തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു മുൻ മന്ത്രി ആന്റണി രാജു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് റിനു, ഈ കേസിലെ വിചാരണ കോടതി വിധിയിൽ ഒരു സ്റ്റേ അടിയന്തരമായി വേണ്ടിവരും. ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കണമെങ്കിൽ അത് നിർണായകമാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. എപ്പോഴായിരിക്കും കോടതി അത് പരിഗണിക്കുക, വാദത്തിനെടുക്കുക? അത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, മുൻ MLA-യും മന്ത്രിയുമായിട്ടുള്ള തൊണ്ടിമുതൽ കേസിലെ രണ്ടാം പ്രതി കൂടിയായ ആന്റണി രാജു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. ഹർജി നാളെ പരിഗണിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, കേസിലെ രണ്ടാം പ്രതിയായ ആന്റണി രാജു തന്റെ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഹർജി നൽകിയിരിക്കുന്നത്. നാളെ പരിഗണിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ MLA സ്ഥാനം കൂടി പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു കോടതി ഇടപെട്ട ഈ വിധിയെ സ്റ്റേ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മത്സരിക്കാൻ ആകൂ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരമൊരു കാര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആന്റണി രാജു ഇപ്പോൾ ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും നാളെ ഹർജി പരിഗണിക്കും. വിജയകുമാർ, യെസ്, ഒരു ഇടക്കാല സ്റ്റേ ഉത്തരവിന് വേണ്ടിയായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ ആന്റണി രാജു കോടതിയിൽ വാദിക്കുക എന്നുറപ്പാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇടക്കാല ഉത്തരവ് വാങ്ങി അതിന്റെ ആനുകൂല്യത്തിൽ മത്സരിക്കാനൊക്കെയുള്ള നീക്കം നടത്താൻ അദ്ദേഹത്തിന് ഈ സ്റ്റേ വേണ്ടിവരും. അതിനായിരിക്കും ഈ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അപ്പീലിൽ ആദ്യഘട്ടത്തിൽ വാദം നടക്കുക. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.